മാനത്തക്കൊട്ടാരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വന്ദന കയറി അതേ എപ്പിസോഡിൽ തന്നെ ജഗനും കയറുവാണ് കേട്ടോ. ജഗൻ അങ്ങനെ വന്ദന ഇരിക്കുന്ന സീറ്റിൻ്റെ തൊട്ടരികിൽ തന്നെ വന്ന് നിൽക്കുവാണ്. ഈ സമയം കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാനായിട്ട് വന്ദന കരികിലെത്തുമ്പോഴേക്കും വന്ദന ബാഗിൽ നിന്ന് പൈസ എടുക്കുമായിരിക്കും. അന്നേരം ജഗൻ പറഞ്ഞേ അന്ന് വേണ്ട, ടിക്കറ്റൊക്കെ ഞാൻ ഓൾറെഡി എടുത്തു എന്നൊക്കെ പറഞ്ഞ് കണ്ടക്ടർ അവിടെ നിന്നും പറഞ്ഞു വിടുവാണ് കേട്ടോ. അങ്ങനെ ജഗൻ്റെ ഈ പെരുമാറ്റമൊന്നും വന്ദനക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഈ സമയം വന്ദന ഇരിക്കുന്ന ആ സീറ്റിൻ്റെ അവിടെ വന്ദന കൈ പിടിച്ചിരിക്കുന്ന ആ കമ്പിയിൽ അതിൻ്റെ തൊട്ടധികത്തിന് ജഗനും വന്ന് കൈയൊക്കെ പിടിക്കുന്നുണ്ട്. ഈ സമയം വന്ദന കൈയെടുത്ത് മാറ്റുവാണ് കേട്ടോ. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ തന്നെ വന്ദന പറയണേ അതെ ആളിറങ്ങണം എന്ന് പറഞ്ഞ് അവിടെ ബസ് നിർത്തിയതിന് ശേഷം വന്ദന പുറത്തേക്ക് ഇറങ്ങുവാണ്. തൊട്ട് പിന്നാലെ തന്നെ ജഗനും കൂട്ടുകാരും ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഈ സമയം ശിവ ജഗനോട് പറയണേ എടാ ജഗ, നിന്നെക്കൊണ്ട് രാഷ്ട്രീയം പറ്റൂ, പ്രണയമൊന്നും നിന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, നിങ്ങൾ വാടാ എന്ന് പറഞ്ഞ് ജഗൻ കൂട്ടുകാരൻ വിളിച്ചുകൊണ്ട് വന്ദനയുടെ പിന്നാലെ തന്നെ നടക്കുവാണ്. ഈ സമയം വന്ദനയുടെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരിങ്ങനെ നടക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നടക്കുന്നതിൻ്റെ ഇടയിൽ വന്ദനയുടെ ചെരുപ്പ് പൊട്ടുമോ, ഷെടാ ചെരുപ്പ് പൊട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ വന്ദന ആ കാലിൽ നിന്ന് ചെരുപ്പ് ഇങ്ങനെ എടുക്കുവാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നന്ദ പറയണേ അളിയ ദേ ഏട്ടത്തി ചെരുപ്പ് എടുത്തിട്ടുണ്ട്, നമുക്ക് ഓടിയാലോ, വെറുതെ തല്ല് വാങ്ങിക്കൂട്ടണ്ട. അതേക്കുമ്പോൾ ജഗൻ ഒന്ന് പേടിച്ചിങ്ങനെ നിൽക്കുവാണ്. ഈ സമയം വന്ദന തിരിഞ്ഞ് ജഗനെ ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ചെരുപ്പ് കാലിലേക്ക് തന്നെ ഇടുക. അന്നേരം ജഗൻ പറയണേ എടാ അവൾ തല്ലാണെന്നല്ല ചെരുപ്പെടുത്താം, അവളുടെ ചെരുപ്പ് പൊട്ടി ഇതേ കണ്ടില്ലേ. അങ്ങനെ വന്ദന പൊട്ടിയ ചെരുപ്പിട്ട് നടക്കുവാണ് കേട്ടോ. ഈ സമയം ഇത് കാണുമ്പോൾ നന്ദ പറയണേ അല്ല പ്രണയിനിയുടെ ചെരുപ്പ് പൊട്ടിയ സ്ഥിതിക്ക് നീ അതും കണ്ട് നോക്കി നിൽക്കുവാണ് ജഗ, നീ എന്തൊരു കാമുകനാ. അന്നേരം ജഗൻ പറയണേ ആര് പറഞ്ഞു നോക്കി നിൽക്കുവാണെന്ന്, അവളുടെ പാദങ്ങൾ ആ കല്ലും മുള്ളും ഉള്ള റോഡിൽ കൂടി നടക്കുമ്പോൾ വേദനിക്കുന്നത് എൻ്റെ ഹൃദയം കൂടിയല്ലേ, അവളുടെ പാദങ്ങൾ സംരക്ഷിക്കേണ്ടത് എൻ്റെ കൂടി കടമയല്ലേ, അതിനൊരു പരിഹാരം നമുക്ക് കാണാം. അങ്ങനെ പറഞ്ഞ് അവർ നേരെ ഒരു ചെരുപ്പ് കടയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെരുപ്പ് വേണമെന്ന് ആ കടക്കാരനോട് പറയുക. അന്നേരം കടക്കാരൻ ചെരുപ്പിൻ്റെ അളവ് സൈസ് എത്രയാണെന്ന് ചോദിക്കുക. അന്നേരം അയ്യോ സൈസൊന്നും അറിയില്ല, അല്ല എത്ര വയസ്സുണ്ടെന്ന് ചോദിക്കുക. ആ സമയം നന്ദ പറഞ്ഞേ ഒരു 25 വയസ്സൊക്കെ കാണും. അതേക്കുമ്പോൾ ജഗൻ പറയണേ അല്ല ചേട്ടാ ഈ വയസ്സറിഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പിൻ്റെ അളവൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ. അങ്ങനെയൊന്നുമല്ല, എന്നാലും ഒരു ഏകദേശം ഈ അളവ് പറ്റുമോ നോക്കിക്കേ. അങ്ങനെ പറഞ്ഞ് ഒരു ചെരുപ്പെടുത്ത് കൊടുക്കണേ. അന്നേരം എന്താ പറഞ്ഞേ ഇത് പറ്റുമായിരിക്കും, പക്ഷേ ഈ കളറ് അവൾക്ക് ചേരുമെന്ന് തോന്നുന്നില്ല. അന്നേരം ജഗൻ ചോദിക്കണേ എന്താടാ നീ വിളിച്ചത്, അവളെന്നോ, ആ കുട്ടി, അല്ലെങ്കിൽ വേണ്ട നിങ്ങളെ ഏട്ടത്തിന്ന് വിളിച്ചാൽ മതി, മനസ്സിലായല്ലോ. ചേട്ടാ വേറെ ചെരുപ്പെടുക്ക്. അങ്ങനെ വേറൊരു ചെരുപ്പെടുത്ത് കൊടുക്കുവാണ്. ഈ സമയം അത് കാണുമ്പോൾ പറയണേ അല്ല ഇത് കുറച്ച് ചെറിയ അളവാണെന്ന് തോന്നുന്നു. അന്നേരം ജഗൻ പറയണേ എടാ നിങ്ങളിങ്ങനെ ഏതെടുത്താലും മുടക്കം പറയാതെ ഇങ്ങനെ പോയാൽ ഞാൻ എങ്ങനെ ഒരു ചെരുപ്പ് സെലക്ട് ചെയ്യും. ആ എന്താണെങ്കിലും ഒരു വഴിയുണ്ട്. അങ്ങനെ പറഞ്ഞ് അവിടെ ആലോചിച്ച് നിൽക്കുവാണ് ജഗൻ. പിന്നീട് കാണിക്കുന്നത് ഓഫീസിലെത്തുന്ന വന്ദനേനെയാണ് കേട്ടോ. അങ്ങനെ വന്ദന അവിടെ എത്തുന്നതും അവിടുത്തെ ഒരു സ്റ്റാഫ് ആയിക്കണേ ആഹാ വന്ദന തിരിച്ചെത്തിയോ. അന്നേരം വന്ദന പറയണേ അതെ സാറാ ജീവിക്കണ്ടേ, അതുകൊണ്ട് ഇവിടെ തന്നെ ജോലി കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ല വന്ദന ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം രാഗിയും സാഗറും ഒക്കെ അറിഞ്ഞായിരുന്നോ. ഇല്ല, കമ്പനിയിൽ ഞാൻ കുറേ വർഷമായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവരെന്നെ പറഞ്ഞു വിടില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ സമയം ആ ചേട്ടൻ പറയണേ എന്നാണെങ്കിലും രാജീവ് സാർ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ നടന്ന കമ്പനിയാണ്, രാജീവ് സാറിൻ്റെ കൂടെ വന്ദനയും കൂടി ഈ ഒരു കമ്പനിയുടെ തലപ്പത്ത് വന്നെങ്കിൽ ഈ കമ്പനി ഉയരങ്ങളിലെത്തിയാനേ. എന്നാലിപ്പോൾ രാഗി സാഗറുമല്ലേ ഭരണം നടത്താൻ പോകുന്നത്, അവർ ഈ കമ്പനി കോളം തോണ്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാം വിധിയുടെ ഓരോ കളികളല്ലേ. ഈ സമയം വന്ദന അകത്തേക്ക് കയറി ചെല്ലുവാണ്. എന്നിട്ട് അകത്ത് തൻ്റെ ആ ഒരു സീറ്റിൽ വന്നിരിക്കുവാണ് കേട്ടോ. ഈ സമയം രാജുവിൻ്റെ ആ ക്യാബിൻ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കുവാണ് വന്ദന. അങ്ങനെ ആ ക്യാബിൻ തുറന്ന് അകത്തേക്ക് കയറുമ്പോഴേക്കും രാജീവ് ആ കസേരയിലിരിക്കുന്നതായിട്ടൊക്കെ വന്ദനയ്ക്ക് തോന്നുവാണ്. ആ കാലങ്ങളൊക്കെ വന്ദന ഇങ്ങനെ ഓർക്കുവാണ്. പിന്നീട് ടേബിളിലിരിക്കുന്ന ദീമോളുടെ ഫോട്ടോ കാണുമ്പോൾ അതിലൊരു ഫോട്ടോ എടുത്ത് ദീമോളെ നോക്കി സങ്കടപ്പെട്ട് കരയുവാണ് കേട്ടോ വന്ദന. പിന്നീട് തൻ്റെ സീറ്റിൽ വന്നിരിക്കുന്നുണ്ട്. ഈ സമയം ദീമോളും രാജീവ് സാറും നല്ല നല്ല നിമിഷങ്ങളും അവരുടെ ഒപ്പം പുറത്തു പോയ സംഭവങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെടുവാണ്. ഇതേ സമയം അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് വന്ദനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് കമ്പനിയിലെത്തുന്ന രാഗിനെയും സാഗറിനെയാണ് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടാളും കൂടി അകത്തേക്ക് വരുമ്പോഴായിരിക്കും അവിടെ ഇരിക്കുന്ന വന്ദനയെ കാണുന്നത്. വന്ദനയെ കാണുന്നതും രാഗ പൊട്ടിത്തെറിക്കണേ ഡി നിന്നോട് ആരാടി ഇവിടെ അകത്തേക്ക് വരാൻ പറഞ്ഞതും, നീ ഞങ്ങളാരുടെയെങ്കിലും അനുവാദം ചോദിച്ചോ. മുമ്പ് നീ ഇവിടെ ജോലി ചെയ്ത് എൻ്റെ ഏട്ടനെ മയക്കിയെടുത്തു, എന്നിട്ട് എൻ്റെ ഏട്ടനെ പരലോകത്തേക്ക് അയച്ചു. ഇപ്പോൾ നീ വീണ്ടും ഇവിടെ ജോലിക്കുന്നത് ഇനി എൻ്റെ ഭർത്താവിനെ കൂടി കറക്കിയെടുക്കാനാണോ. ഇനി എനിക്കെൻ്റെ സാഗറിനെ മാത്രമേ ഉള്ളൂ, അങ്ങനെ കൂടി എനിക്ക് നഷ്ടപ്പെടുത്തി എന്നെ അനാഥയാക്കി മാറ്റാനാണോ ഡി നീ ഇങ്ങോട്ടേക്ക് വന്നത്. നിൻ്റെ ഒരു സേവനവും ഇനി ഇവിടെ ആവശ്യമില്ല. എനിക്ക് മനസ്സിലായി നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് കിട്ടി എന്നുള്ളൂ വന്നതെന്ന്. ദിയമോളുടെ കാര്യങ്ങൾ അറിയാനല്ലേ. വീണ്ടും ദിയമോളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച് ഈ കമ്പനിയിലും വീട്ടിലേക്ക് നുഴഞ്ഞു കയറാനല്ലേ ഡി നീ വന്നിരിക്കുന്നത്. നിൻ്റെ ഒരു ചിന്ത നടക്കാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് ഇപ്പം തന്നെ നീ ഇവിടുന്ന് പുറത്തു പോകണം. നിൻ്റെ സേവനം ഈ കമ്പനിയിൽ ആവശ്യമില്ല.
ഈ സമയം അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ദനക്ക് സപ്പോർട്ട് ചെയ്ത് പറയണേ, വന്ദന മാഡം ഇവിടെ മുമ്പ് തൊട്ട് ഉണ്ടായിരുന്ന ആളല്ലേ, അതുകൊണ്ട് തന്നെ പല ഫയലിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ വന്ദനക്കറിയാൻ പറ്റും. അന്നേരം സാഗർ പറയണേ, ഇവളുടെ അറിവ് വെച്ച് കമ്പനിക്ക് കിട്ടുന്ന നേട്ടമൊക്കെ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചോളാം. ഇവൾക്ക് വേണ്ടി ആരും ഇവിടെ വക്കാലത്ത് പറയാൻ നിൽക്കണ്ട. നിന്നോട് രാഗി പറഞ്ഞു കേട്ടില്ലേ, മര്യാദയ്ക്ക് ഇപ്പം തന്നെ സ്ഥലം കാലിയാക്കിക്കോ. പിന്നെ നിന്നെ ചുമ്മാ ഒന്നും പറഞ്ഞയക്കാമെന്ന് വിചാരിക്കേണ്ട. നിനക്ക് കിട്ടാനുള്ള കോമ്പൻസേഷനും മറ്റുമൊക്കെ തന്നിട്ടേ ഞങ്ങൾ വിടുന്നുള്ളൂ എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് ഒരു കിട്ട പണം എടുക്കുവാണ്. അത് വന്ദനക്ക് നേരെ വെച്ച് നീട്ടിട്ട് പറയണേ, ഇതാ ഈ പണം നീ വെച്ചോ, 3 മാസത്തെ ശമ്പളം ഇട്ടങ്ങ് കരുതിയാൽ മതി. ഇതും എടുത്തോണ്ട് ഇപ്പം തന്നെ സ്ഥലം കാലിയാക്കിക്കൊള്ളണം. ഇനി മേലെ നിന്നെ കണ്ടുപോകരുത്. അന്നേരം വന്ദന തൻ്റെ കഴുത്തിലെ ടാഗൊക്കെ ഊരി വെച്ച് ബാഗെടുത്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങുക. അന്നേരം സാഗർ പറയണേ, അല്ല ഈ പണം കൊണ്ടുപോകുന്നില്ലേ? ആ സമയം വന്ദന പറയണേ, ഞങ്ങൾ പാവപ്പെട്ടവരാണെങ്കിലും ആരുടെയും പിച്ചക്കാശിൽ നിന്ന് കൈയിട്ട് വരാറില്ല. അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് പോകുവാൻ കേട്ടോ വന്ദന. ഈ സമയം രാഗി പറയണേ, കണ്ടില്ലേ സാഗർ അവളുടെ അഹങ്കാരം. അന്നേരം സാഗർ പറയണേ, നീ വിഷമിക്കാതിരിക്കുക, അവൾക്കിതിനുള്ള പണി ഞാൻ കൊടുത്തോളാം. അതെങ്ങനെ, എന്ത് സാഗറിൻ്റെ മനസ്സിൽ? അന്നേരം സാഗർ പറയണേ, അവളുടെ അച്ഛൻ ആ മാധവമേനോൻ ഉണ്ടല്ലോ, അയാൾ ഇവളുടെ വിവാഹത്തിനായി ഒരു ബ്ലേഡുകാരൻ്റെ കയ്യിൽ നിന്ന് വലിയൊരു തുക പണം വാങ്ങിയിട്ടുണ്ട്. അയാൾ എൻ്റെ പരിചയക്കാരനാണ്. അയാളെ വെച്ച് ഞാൻ ഇവളുടെ കുടുംബത്തെ ചക്രശ്വാസം വലിപ്പിക്കും. നീ നോക്കിക്കോ. പിന്നീട് കാണിക്കുന്നത് വഴിയരികിൽ ആ കടയിൽ മുഴുവൻ ചെരുപ്പുകളും വാങ്ങി ആ ചെരുപ്പുകളെല്ലാം ആദായ വിൽപ്പന വെറും 50 രൂപയ്ക്ക് എന്ന് പറഞ്ഞ് വിറ്റുകൊണ്ടിരിക്കുന്ന ജഗൻ്റെ കൂട്ടുകാരെയാണ് ശിവയും നന്ദയും. അങ്ങനെ ആ ചെരുപ്പുകളുമായിട്ട് ആദായ വിൽപ്പന എന്നും പറഞ്ഞ് അവിടെ റോട്ടിൽ തന്നെ നിൽക്കുകയാണ്. ജഗനും കൂടെ നിൽക്കുന്നുണ്ടല്ലോ കേട്ടോ. ഈ സമയത്താണ് വന്ദന അതുവഴി വരുന്നത് കാണുന്നത്. അന്നേരം നന്ദ പറയണേ, എടാ ജഗ, നീ മുഖം മറച്ചു വെച്ചോ ടവലുകൊണ്ട്, നിന്നെ കണ്ടാൽ കാര്യങ്ങൾ പണിയാവും. അങ്ങനെ ജഗൻ ഒരു ടവലെടുത്തിട്ട് അത് വെച്ച് മുഖം മറക്കുവാണ്. ഈ സമയം വന്ദനയെ കാണുന്നതും നന്ദ പറയണേ, അതെ മാഡം, ചെരുപ്പ് വേണോ? ആദായ വിലയുള്ളൂ, വെറും 50 രൂപ മാത്രം, ഒരു ചെരുപ്പ് വാങ്ങിക്കുന്നേ. അന്നേരം വന്ദന ഇങ്ങനെ നോക്കുക. എന്നിട്ട് പറയണേ, ഏയ് വേണ്ട, പൈസയില്ല. ഈ സമയം ജഗൻ പറയണേ, പൈസയൊന്നും വേണ്ടെന്നേ, ഫ്രീ ആയിട്ട് എടുത്തോ. അത് കേൾക്കുന്നതും വന്ദന ജഗനെ ഒന്നിങ്ങനെ സൂക്ഷിച്ച് നോക്കുക. ഈ സമയം ജഗനാണെങ്കിൽ അയ്യോ ഇവൾക്ക് പിടി കിട്ടിയോ എന്നും പറഞ്ഞൊരു മട്ടിൽ പേടിച്ച് പറിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്